കോർ കമ്മിറ്റി പട്ടിക വീണ്ടും തിരുത്തിയിരിക്കുകയാണ് ബി ജെ പി മുതിർന്ന നേതാവ് സി കെ പത്മനാഭനെ ഉൾപ്പെടുത്തി 22 പേരടങ്ങുന്ന പട്ടികയാണ് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാർട്ടി വിടുമെന്ന് കടുത്ത നിലപാട് രാജീവ് ചന്ദ്രശേഖരെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണൻ കോർ കമ്മിറ്റിയിൽ നിന്നും വക്താക്കളുടെ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നു. വിജയൻ വായന്തോട് തുടരുന്നുണ്ട്. വിജയൻ, ഒരു വിഭാഗം നേതാക്കൾ കടുത്ത പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണോ കോർ കമ്മിറ്റി പട്ടികയിലുള്ള തിരുത്തൽ? ജിൽസി, ഇക്കാര്യത്തിൽ കഴിഞ്ഞ നേതൃ പുനഃസംഘടന, അതായത് ഭാരവാഹി പുനഃസംഘടന തുടങ്ങിയത് മുതൽ, അത് പ്രഖ്യാപിച്ചത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് BJP നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പ്രധാന വിഭാഗമായിട്ടുള്ള, അതായത് വി മുരളീധരൻ, കെ സുരേന്ദ്രൻ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞാണ് ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് എന്നുള്ള കടുത്ത വിമർശനം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി 21 അംഗങ്ങളടങ്ങിയ ഒരു ജംബോ കോർ കമ്മിറ്റി പട്ടിക BJP സംസ്ഥാന പ്രസിഡന്റ് പുറത്തിറക്കിയത്. അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. ഈ പട്ടികയിൽ ഏകദേശം 10 വൈസ് പ്രസിഡന്റുമാരിൽ 7 വൈസ് പ്രസിഡന്റുമാരും ജംബോ കോർ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരുന്നു. 4 ജനറൽ സെക്രട്ടറിമാരും ഈ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു. അങ്ങനെ ഷോൺ ജോർജ് ഉൾപ്പെടെ ഈ അടുത്ത കാലത്ത് പാർട്ടിയിലെത്തിയ ആളുകളെ പോലും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാണ് അങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ച്. കോർ കമ്മിറ്റി എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന കമ്മിറ്റിയാണെന്നിരിക്കെയാണ് ഒരു ജംബോ കോർ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ നേരത്തെ പുനഃസംഘടനയിൽ ഉണ്ടായിരുന്ന വലിയ പരാതി അത് കൂടി ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്കം എന്നുള്ള നിലയിൽ മുമ്പ് പ്രസിഡന്റുമാരായിരുന്ന ആളുകളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഉൾപ്പെടെ സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആ പട്ടികയിൽ, ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നാൽ ഇത്തവണ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സി കെ പത്മനാഭന്റെ പേര് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഒപ്പം തന്നെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് തിരിച്ചെത്തിയ, അദ്ദേഹം ഇപ്പോൾ നിലവിൽ പദവിയൊന്നും ഇല്ലാതിരിക്കുന്ന PS ശ്രീധരൻപിള്ള, അദ്ദേഹവും മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ത് പദവി അദ്ദേഹത്തിന് നൽകുമെന്ന് ഇപ്പോഴും തീരുമാനം എടുത്തിട്ടുമില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് സി കെ പത്മനാഭൻ ഇക്കാര്യത്തിലുള്ള കടുത്ത എതിർപ്പ്, താൻ ഒരു പാർട്ടി വിടും ഇങ്ങനെയെങ്കിൽ എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിടുക്കപ്പെട്ട് മിനിറ്റുകൾക്കകം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ വീണ്ടും ഒരു കോർ കമ്മിറ്റി പട്ടിക സംസ്ഥാന പ്രസിഡന്റ് പ്രസിദ്ധീകരിച്ചത്. അതൊരു അസാധാരണ നടപടിയാണ്. ഇങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകാത്തതാണ്. ഒരു ജംബോ കോർ കമ്മിറ്റി പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, അതിനുശേഷം അത് വീണ്ടും മാറ്റി പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധാരണമായ കാര്യമാണ്. ഇതിനിടയിലാണ് ഈ കെ.എസ്. രാധാകൃഷ്ണൻ, കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ നേതാവാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയും ഒപ്പം തന്നെ ഇത്തവണയും വൈസ് പ്രസിഡന്റാണ് കെ.എസ്. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പേര് പൂർണ്ണമായും ഈ കോർ കമ്മിറ്റി പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കോർ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ഇതിന് പ്രധാന കാരണം ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടിന് വിരുദ്ധമായി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമ പാനലിസ്റ്റ് ലിസ്റ്റിൽ നിന്നും ഒപ്പം തന്നെ കോർ കമ്മിറ്റിയിൽ നിന്നും കെ.എസ്. രാധാകൃഷ്ണനെ മാറ്റിയത്. ജിൽസി, അങ്ങനെ കോർ കമ്മിറ്റി പട്ടിക തിരുത്തിയിരിക്കുകയാണ് BJP. വിവരങ്ങളാണ് വിജിൻ നൽകിയത്.